നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് വെച്ച് നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ പ്രതിഷേധ മാർച്ച് നടത്തി. എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടത്തിയ ലഹരിക്കെതിരെയുള്ള വാക്കത്തോൺ സംഘടിപ്പിച്ചു. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമത്തിലേക്ക് പുതിയ ചുവടുവയ്പുമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണം. വാർത്തകൾ വിശദമായി. പുതുക്കാട് വെച്ച് നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ്, ഹെഡ് മാസ്റ്റർ യൂജിൻ പ്രിൻസ്, ഇരിഞ്ഞാലക്കുട AEO രാജീവ് MS, വികസന സമിതി കൺവീനർ ഡോക്ടർ AV രാജേഷ്, ട്രഷറർ ആൻറ്റോ P തട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, PTA പ്രസിഡന്റുമാരായ മനോജ് BU, ബിജു MK, ഷാജു മാടമ്പി എന്നിവർ പ്രസംഗിച്ചു. നവംബർ 4, 5, 6, 7 തീയതികളിലാണ് കലോത്സവം. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 റോഡുകൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ 793.6 മീറ്റർ നീളത്തിൽ 22 ലക്ഷം രൂപ ചെലവിൽ കണ്ണിക്കര കപ്പേള എറണാമ്പാടം റോഡ് നിർമ്മിച്ചു. കണ്ണിക്കര അത്ഭുതക്കുളങ്ങര അമ്പലം റോഡ് 1345.3 മീറ്റർ നീളത്തിൽ 31 ലക്ഷം രൂപ ചെലവിലും, 2-ാം വാർഡിൽ വടക്കേക്കുന്ന് റോഡ് 835 മീറ്റർ നീളത്തിൽ 20 ലക്ഷം രൂപ ചെലവിലും, വാർഡ് 1-ലെ റെയിൽവേ ഗേറ്റ് പരടിപ്പാടം റോഡ് 15 ലക്ഷം രൂപ ചെലവിലും, വാർഡ് 2-ലെ സെന്റ് ആന്റണീസ് റോഡ് 810 മീറ്റർ നീളത്തിൽ 28 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി വർഗീസ്, ഓമന ജോർജ്, സവിത ബിജു, TV ഷാജു, മിനി സുധീഷ്, മേരി ഐസക് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമലയിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ കളവ് നടത്തിയതിനെതിരെ BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ പ്രതിഷേധ മാർച്ച് നടത്തി. കട്ടവരെയും കാവൽ നിന്നവരെയും തുറുങ്കിലടയ്ക്കുക, അഴിമതി നിറഞ്ഞ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, അഴിമതിയും ഭരണപരാജയവും സംബന്ധിച്ച് പിണറായി വിജയനും ദേവസ്വം മന്ത്രി PN വാസവനും രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നന്ദിക്കരയിൽ നടത്തിയ പ്രതിഷേധം BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ ഉദ്ഘാടനം ചെയ്തു. BJP പറപ്പൂക്കര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TR രതീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, രാമദാസ് വയലൂർ, സുരേഷ് മേനോൻ, ഹരിദാസ് തൊട്ടിപ്പാൾ, സുധൻ നെടുമ്പാൾ, രാഹുൽ നന്ദിക്കര, വിഷ്ണു പ്രസാദ് മുളങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടത്തിയ ലഹരിക്കെതിരെയുള്ള വാക്കത്തോൺ സംഘടിപ്പിച്ചു. കേരള സർക്കാർ ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റും സ്വരാജ് റൗണ്ടിൽ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സംയുക്തമായി നടത്തിയ റൗണ്ട് ദ റൗണ്ട് വാക്കത്തൺ
കേരള ലാൻഡ് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. കേരള എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ നികീഷ് AR വാക്കത്തണിന് മുഖ്യപ്രഭാഷണം നടത്തി. സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജർ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറ ലഹരി വർജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനോ ജോണി, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300ഓളം പേർ വാക്കത്തണിൽ പങ്കുചേർന്നു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമത്തിലേക്ക് പുതിയ ചുവടുവയ്പുമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണം. പരിസ്ഥിതി സൗഹൃദ ജീവിതം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യമുക്ത ഗ്രാമം സാക്ഷാത്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ബൊക്കാഷി ബക്കറ്റ് എന്നത് ജൈവ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സഹായിക്കുന്ന പരിസ്ഥിതി സൗഹൃദ സംവിധാനമാണ്. ബക്കറ്റിൽ മാലിന്യങ്ങൾ ചേർക്കുന്നതിനൊപ്പം പ്രത്യേകമായ മൈക്രോ ഓർഗാനിസങ്ങൾ അടങ്ങിയ ബൊക്കാഷി പൗഡർ ചേർക്കുമ്പോൾ മാലിന്യം വേഗത്തിൽ വിഘടിച്ച് പോഷകസമൃദ്ധമായ കമ്പോസ്റ്റായി മാറുന്നു. ബൊക്കാഷി പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് കൃഷിയിടങ്ങളിലും വീട്ടുതോട്ടങ്ങളിലും ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും രാസവളങ്ങളുടെ ആവശ്യം കുറയുകയും ചെയ്യുന്നു. കൂടാതെ മാലിന്യങ്ങൾ കത്തിക്കുകയോ തുറന്ന ഇടങ്ങളിലേക്ക് എറിയുകയോ ചെയ്യുന്ന രീതി ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. വീടുകളിലെ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയവും ലളിതവുമായ മാർഗം ഒരുക്കുകയാണ് ബൊക്കാഷി പദ്ധതി. ബൊക്കാഷി ബക്കറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, വാർഡ് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, ബൃന്ദകുമാരി, ശ്രീജിത്ത് പട്ടത്ത്, നിഖിത അനൂപ്, മണി സജയൻ, VEO ഗീത എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനം മാത്രമല്ല തൊഴിൽ ഉറപ്പുള്ള ഭാവിയിലേക്കുള്ള വഴിയും ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2025-26 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ തൊഴിൽ ലഭ്യമാക്കുന്ന സ്കിൽ പൂരത്തിന് തുടക്കമായി. 2025-26 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കുന്ന ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബൃഹത് പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിജ്ഞാന കേരളം പദ്ധതിയുടെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കോളേജുകളെയും പോളിടെക്നിക്കുകളെയും ITIകളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയാണ് സ്കിൽ പൂരം. പ്ലീനറി സെഷനിൽ ഡോക്ടർ തോമസ് ഐസക് ആമുഖ അവതരണം നടത്തി. ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും നൈപുണ്യ വികസന സാധ്യതകളെ സംബന്ധിച്ച് ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസും അവതരണങ്ങൾ നടത്തി. സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ TM തോമസ് ഐസക് സ്കിൽ പൂരം ക്രോഡീകരണം നടത്തി. സ്കിൽ സെന്റർ ഭാവി പ്രവർത്തന പരിപാടികളും വിശദീകരിച്ചു. ജില്ലാതല വിജ്ഞാന കൗൺസിൽ അംഗം MR അനൂപ് കിഷോർ സ്വാഗതവും വിജ്ഞാന കേരളം തൃശൂർ ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ TV വിമൽകുമാർ നന്ദിയും പറഞ്ഞു. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 45 കൊല്ലത്തെ പാരമ്പര്യമുള്ള തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പർച്ചേസ് ചെയ്യൂ മലേഷ്യയിലേക്ക് പറക്കൂ എന്ന ലക്കി കോൺടെസ്റ്റിൻ്റെ നറുക്കെടുപ്പ് തൃപ്രയാർ ഷോറൂമിൽ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നിർവഹിച്ചു. കൂപ്പൺ നറുക്കെടുപ്പിൽ മലേഷ്യയിലേക്ക് പറക്കാൻ അർഹനായത് കൂപ്പൺ നമ്പർ 1494 സദി ബാലു ഹരിശ്രീ വലപ്പാടാണ്. നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് വെച്ച് നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ പ്രതിഷേധ മാർച്ച് നടത്തി. എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടത്തിയ ലഹരിക്കെതിരെയുള്ള വാക്കത്തോൺ സംഘടിപ്പിച്ചു. ക്ലീൻ ഗ്രീൻ മുരിയാടിന്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമത്തിലേക്ക് പുതിയ ചുവടുവയ്പുമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ബൊക്കാഷി ബക്കറ്റ് വിതരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.